എന്താ വാസു? പോയി കുഞ്ഞെ പോയി. ആൾക്കാർ പറയുന്ന നേരാ. വാസൂട്ടമി നടത്തിയാ പിന്നെ കൊച്ചുങ്ങളുണ്ടാകത്തില്ല. ഗോമതിയുടെ ഗർഭം പോയി. എന്താ ഉണ്ടായത്? എനിക്കറിയത്തില്ലേ. അവള് വിശേഷിച്ചൊന്നും തിന്നുമില്ല. വൈകിട്ട് സൗദ കൊച്ചു കൊണ്ടുവന്ന ഒരു പഴം തിന്നു. കലിയ ടീച്ചർ കൊടുത്തയച്ചത്. അത് തിന്നപ്പോ തുടങ്ങി അടിവേറ്റലിന് വേദനയും ശക്തിയിലും. സാറും ഒന്ന് നോക്കിയാട്ടെ. വരൂ. എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. എന്റെ മന്ത്രങ്ങൾ ആകെ പഴിച്ചിരിക്കുകയാണ്. നീ എന്താ അറിയാ ഈ പറയുന്നത്? അതേ കാക്ക, പ്രേതശക്തിക്ക് ഭ്രൂണത്തെ നശിപ്പിക്കാനാകും. ഗോമതിയുടെ ഗർഭം പ്രേതശക്തി നശിപ്പിച്ചതാണ്. എനിക്ക് ഉടനെ അപ്പച്ചനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവനാപത്താണ്. നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ലേ കാക്ക, ഞാൻ കാലത്ത് അപ്പച്ചനെ കാണാൻ പോകുന്നു. പക്ഷെ ഞാൻ പോയി മടങ്ങി വരുന്നവരെ സൂക്ഷിക്കണം. ജോസഫ് ഇനി ഒരിക്കലും കരികട വീട്ടിൽ പോകാൻ പാടില്ല. ഇപ്പൊ ജോസഫിന്റെ ബീജം, പക്ഷെ അടുത്തത് ജോസഫ് നമ്മളൊക്കെ ആകും. സൂക്ഷിക്കണം. സത്യമാണ് കാക്ക ഇത്? കറിയ വെറുതെ പറയില്ലല്ലോ. ഏതായാലും അപ്പച്ചൻ വരട്ടെ, നീ വാ. എന്തിനീ പാതിരാക്കി ക്ഷണം? ടീച്ചർ തോൽവി സമ്മതിച്ചിരിക്കണം. ഈ അവസരം പാഴാക്കണ്ട. കലിക അടിയറവ് പറയുന്നത് സുഖകരമായ കാര്യമാണ്. എന്താ പച്ച? വളരെ അപകടകരമായിരിക്കുന്നല്ലോ മോനെ. അവരോടൊപ്പമാണോ ജോസഫ് ഇടപഴകുന്നത്? നാശകരം. നമുക്ക് ഉടൻ പുറപ്പെടണം. എന്താ ജോസഫ് മിണ്ടാത്തത്? വേലപ്പനെ ഞാൻ പറഞ്ഞയച്ചു കഴിഞ്ഞു. ഇനിയും മിണ്ടരുതോ? ഞാൻ മിണ്ടാൻ വന്നതല്ല, കേൾക്കാൻ വന്നതാണ്. എന്താ ജോസഫിന് അറിയേണ്ടത്? എനിക്ക് എല്ലാം അറിയണം, എല്ലാം. എന്ന് വെച്ചാൽ? ടീച്ചറിനെയും ഈ വീടിനെയും ചുറ്റിപ്പറ്റി ഞാൻ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതെനിക്കറിയണം. എന്നിട്ട്? എനിക്ക് ടീച്ചറിനെ അറിയണം, അനുഭവിക്കണം. നാട്യമൊന്നും വേണ്ട ടീച്ചർ. നിങ്ങളെപ്പോലെ അവിവാഹിതയും സുന്ദരിയുമായ ഒരു സ്ത്രീ എന്നെ പോലുള്ളൊരു ചെറുപ്പക്കാരിൽ നിന്ന് അത് ആഗ്രഹിച്ചതുകൊണ്ട് മാനമൊന്നും ഇടിയാൻ പോകുന്നില്ല. ഞാൻ എന്റെ ഉള്ളിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. ജോസഫിന്റെ ധൈര്യം ഞാൻ ഇതേവരെ മറ്റാർക്കും കണ്ടിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി. അതാണ് ഞാൻ, ജോസഫ്. എനിക്ക് മുഖം മൂടിയില്ല. അതെ, ജോസഫ് കാപ്പി കഴിച്ചില്ല. ആറി തണുത്താൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്താ ജോസഫ്? എനിക്കൊന്ന് ഛർദ്ദിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. കണ്ടവാനം കുടിച്ചത് കൊണ്ടാവാം. ഞാനിപ്പോ വരാം.
മുഖം കഴുകി വരൂ, അകത്തേക്ക് പോവാം. നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു സദൻ. ഇത് നമ്മുടെ തെറ്റ് തന്നെയാണ്. പക്ഷെ ജോസഫ് ഈ രാത്രിയിൽ പുറത്തു പോകും നമ്മൾ കരുതില്ലല്ലോ കാക്ക, പ്രത്യേകിച്ച് കൂടുതൽ കുടിച്ച സ്ഥിതിക്ക്. അങ്ങനെ കരുതിയതാണ് നമ്മുടെ തെറ്റ്. ഛേ, ഇനി സക്കറിയോട് എങ്ങനെയാ പറയാ? നിങ്ങൾ എത്ര സുന്ദരിയാണ്. എന്താണിത്? നീ ഇത്ര പെട്ടെന്ന് അടിമപ്പെട്ടു വന്നു. വർഷങ്ങളായി വരണ്ട മരുഭൂമിയായിരിക്കാം മുന്നിലെ സ്ത്രീയുടെ മനസ്സ്. പക്ഷേ ഒരു നിമിഷത്തിന്റെ ദൗർബല്യത്തിൽ നിനക്ക് നഷ്ടമാകുന്ന നിന്റെ ശക്തികൾ. ഹരിത്, ഹരിത്.